പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതുന്ന പഠിക്കുന്ന പഠിതാക്കളെ, നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ് എത്രയാണ് പരീക്ഷയ്ക്ക് മാർക്ക് വരിക, അസൈൻമെന്റ് മാർക്ക് എത്രയാണ്, ജയിക്കാൻ എത്ര മാർക്ക് വേണം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ജയിക്കുക, അസൈൻമെന്റ് എത്ര മാർക്ക് വേണം, മിനിമം മാർക്ക് എത്ര വേണം തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു പരീക്ഷാ സമ്പ്രദായത്തെ തരംതിരിക്കാം. ഒന്ന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അഥവാ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വിലയിരുത്തുക. അതിന് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് അസൈൻമെന്റുകളാണ്. നമ്മളോട് അസൈൻമെന്റുകൾ എഴുതാൻ വേണ്ടി പറയും. ആ അസൈൻമെന്റുകൾ നമ്മൾ തയ്യാറാക്കുന്നു, യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ മറ്റൊന്നാണ് എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ. 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററും നമുക്കറിയാം 6 മാസമാണ് ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത്. ആ 6 മാസം കഴിയുമ്പോൾ അതിന്റെ അവസാനത്തിലുള്ള എൻഡ് സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത്, അഥവാ അവസാനത്തെ പരീക്ഷ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അസൈൻമെന്റ് എത്രയിലേക്കാണ്, അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷ എത്രയാണെന്നുള്ളത്. എപ്പോഴും ഓർത്തിരിക്കുക, 30:70. എഴുത്ത് പരീക്ഷയ്ക്ക് 70 മാർക്കും അസൈൻമെന്റ് 30 മാർക്കും, ഇങ്ങനെയുള്ളത് ടോട്ടൽ 100 മാർക്കിലേക്കാണ് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സാം കണ്ടക്ട് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ ഇതിൽ എത്ര മാർക്ക് നമുക്ക് ലഭിക്കണം, ജയിക്കാൻ എത്ര മാർക്ക് വേണം? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 70 നിങ്ങൾക്ക് അതിന്റെ 30% മാർക്കെങ്കിലും കിട്ടണം. അഥവാ 21 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അസൈൻമെന്റിൽ മിനിമം മാർക്ക് ഉണ്ടാവും. അസൈൻമെന്റുകൾക്ക് മിനിമം മാർക്കില്ല, 30-ൽ എത്ര കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ എഴുത്ത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും 21 ലഭിക്കണം. അപ്പൊ ഇനി അസൈൻമെന്റും അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന എഴുത്ത് പരീക്ഷയും 70 + 30 100 ഈ 100ൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? അത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ആ 100ൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് 100ൽ ഔട്ട് ഓഫ് 100 നമുക്ക് എന്ത് കിട്ടണം? ഔട്ട് ഓഫ് 100ൽ നമുക്ക് 35 കിട്ടണം. 35 കിട്ടിയാൽ മാത്രമേ നമ്മൾ ജയിക്കുള്ളൂ. ആ 35 കിട്ടുന്നത് അത് തന്നെ 21 എവിടുന്ന് ആവണം? എഴുത്ത് പരീക്ഷ ആവണം. 21 താഴെ കിട്ടിക്കഴിഞ്ഞാൽ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ പാസ്സാവില്ല. അപ്പൊ 21 നിങ്ങൾക്ക് അസൈൻമെന്റിൽ എത്ര സ്കോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? 21 + 14. 30 മാർക്കിൽ അസൈൻമെന്റ് നിങ്ങൾ 14 മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് 35 സ്കോർ ചെയ്യാന്നുള്ളതാണ്. അസൈൻമെന്റുകൾക്ക് മാർക്കിന് പ്രത്യേകിച്ച് മാനദണ്ഡമില്ല. അസൈൻമെന്റിന് ഇനി 5 കിട്ടിയാലും 10 കിട്ടിയാലും അപ്പുറത്ത് നിങ്ങൾക്ക് കൂടുതൽ വലിയ സ്കോർ കിട്ടുകയാണെങ്കിൽ അസൈൻമെന്റ് എന്നുള്ള വലിയ പ്രശ്നമില്ല. പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ മാർക്ക് ലിസ്റ്റ് അവർ ഔട്ട് ചെയ്യില്ല, പ്രസിദ്ധീകരിക്കില്ല. സാധാരണ മിക്ക യൂണിവേഴ്സിറ്റി റൂൾ അതാണ്. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് മാർക്ക് തരുന്ന രീതിയാണ്. മറ്റൊന്നാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്, ആ ഒരു സെമസ്റ്റർ കഴിഞ്ഞ ശേഷം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ മാനദണ്ഡം. ടോട്ടൽ 70:30 എന്ന അനുപാതമാണ്. 70 എഴുത്ത് പരീക്ഷയും 30 അസൈൻമെന്റും. അതിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ 21 കിട്ടണം. ടോട്ടൽ മാർക്ക് 100ൽ നിങ്ങൾക്ക് 35 കിട്ടണം. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആയില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. അതിനുള്ള ഉത്തരവുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.